ഓക്കെ, അപ്പം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് ഇന്ന് വന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ +2 റിസൾട്ട് അല്ലേ. +2 റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും ക്രൂഷ്യലായി നമ്മൾ നോക്കി കാണുന്ന ഒരു റിസൾട്ടാണ് നമ്മുടെ +2 റിസൾട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കീം എഴുതുന്ന കുട്ടികളാണെങ്കിൽ ആ കീമിൻ്റെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കീമിന് നമ്മൾ റിസൾട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്മിഷനും ഒക്കെ നമ്മുടെ +2 റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. നമുക്ക് +2ൽ എത്ര മാർക്ക് ഉണ്ടെന്നുള്ളതിനനുസരിച്ച് നമുക്ക് കീമിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. ആൻഡ് നമുക്ക് എന്താ പറയുക, മാർക്സ് എന്തെങ്കിലും കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടി എഴുതാം. കൂട്ടിയിട്ട് നമുക്ക് മാർക്സ് ഒക്കെ ഒന്നും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെട്ട കോളേജസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ +2 റിസൾട്ട് വന്നാൽ. ഇനിയിപ്പോൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ആ കുട്ടികൾക്കും നല്ലൊരു കോളേജിൽ കിട്ടണമെങ്കിൽ ഒന്നും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് നല്ലൊരു കോളേജിൽ പോയി അഡ്മിഷൻ കിട്ടാനും എല്ലാത്തിനും നമുക്ക് നമ്മുടെ +2 മാർക്സ് വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ +2 HSC റിസൾട്ട് ഡേറ്റ് അന്ന് അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞത് 24 ഏപ്രിൽ 2023, അതായത് ഇന്നലെ അനൗൺസ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്ന് വരെ നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഞാൻ കീമിന് എത്ര പഠിക്കണം, എത്ര മാർക്കാണ് എനിക്ക് കിട്ടിയതെന്നുള്ള കാര്യം നമുക്കറിയാമെങ്കിൽ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, കീമിന് ഞാൻ ഇത്ര പഠിച്ചാൽ എനിക്ക് ഇന്ന കോളേജസിലൊക്കെ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുമായിരുന്നു അല്ലേ. യെസ്. അപ്പോൾ ഇന്നലെ ഇത് വരാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്നാന്നുള്ളൊരു കാര്യം നമുക്ക് ഇതുവരെ ഉറപ്പായിട്ടില്ല. ഇന്നലെ നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ന്യൂസാണ് ഈ കാണുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിസൾട്ട് വരുന്നത് മെയ് 25 എന്നാണ് പറയുന്നത്. മെയ് 25 നമ്മുടെ എക്സാം വരുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പുതിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പറയുന്നത് മെയ് 25 കൂടിയായിരിക്കും റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങളാരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. കഴിഞ്ഞ വർഷം വരെ നമുക്ക് കീമിന് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്തിട്ട് മാർക്ക് കൂടിയ കുട്ടികൾക്ക് അപ്പം മാർക്ക് കൂട്ടി എന്താ പറയുക ആഡ് ചെയ്ത് കൊടുക്കാനൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഒരു സമയം നമുക്ക് കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ ഒരു റിസൾട്ട് വന്നിട്ട് നമുക്ക് കീമിൻ്റെ സൈറ്റിൽ എന്തെങ്കിലും വരുമോ എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കേണ്ടത് തന്നെ ഉണ്ട്. അപ്പോൾ യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളോട് ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ട് എത്രയും പെട്ടെന്ന് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞൊരു സമയത്താണെങ്കിൽ നമ്മുടെ കീമിൻ്റെ റിസൾട്ട് വരാനുള്ള സമയമാവും. 17th നമ്മുടെ കീം എക്സാം കഴിയും. ഓക്കെ, യെസ്. അപ്പോൾ ഇത് റിസൾട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് വേണം നമുക്ക് മാർക്ക് ആഡ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ കീമിൻ്റെ റിസൾട്ടൊക്കെ വരുന്നതിന് മുന്നേ നിങ്ങളുടെ എന്താ പറയുക +2 റിസൾട്ടൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് മാർക്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റട്ടെ. യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഇന്നലെ നമുക്ക് വരാമെന്ന് പറഞ്ഞ കാര്യം ഇനി മെയ് 25 അത് നീട്ടിയിട്ടുള്ളത് നിങ്ങളുടെ +2 റിസൾട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, യെസ്. ബൈ.